പള്ളി അള്ളാനെ വിളിക്കുന്ന പള്ളിയാവും, അതേ പള്ളി തന്നെ മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന പള്ളിയാകും. അള്ളാഹ് അറിയാവുന്നതുകൊണ്ടാണ് ഖുതുബിയത്ത് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സമുദായം എന്ന് റബ്ബിന് അറിയുന്നുണ്ട്. റബ്ബ് പറഞ്ഞ് ഖുതുബിയത്തിൽ 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ വിളിക്കല, ഒഴിഞ്ഞിരുന്ന് 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ പള്ളിയിൽ നിന്ന് വിളിക്കുക. അള്ളാനെ വളരെ കുറച്ച് വിളിച്ച കൗമ് അതേ പള്ളി അല്ലല്ലാത്തൊരു ശൈഖിനെ വിളിക്കാൻ ഉപയോഗിക്കുക. അതറിയാവുന്ന റബ്ബാണ് അള്ളാഹിനോടൊപ്പം അള്ളാന്റെ കൂടെ. വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. മഗ്‌രിബിന് അള്ളാനെ വിളിക്കും, മരുസ്കാരം കഴിഞ്ഞാൽ ഇശാഇന്റെ ഇടയ്ക്ക് ഖുതുബിയത്ത് നടത്തും, അവിടെ 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ വിളിക്കും. ഇത് നടക്കുന്ന അറിയാവുന്നതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു പള്ളിയിലായി നടക്കരുതോ, അവിടെ അള്ളാനെ മാത്രമേ വിളിക്കാവൂ. അപ്പോ മഅല്ലാഹി എന്ന വാചകത്തിന്റെ അർത്ഥം അറിയാത്തവർ പള്ളിയിൽ വെച്ച് അത് നടത്തും. പേരിൽ മഹാപണ്ഡിതന്മാരുടെ പേരുണ്ടാവും, വലിയ ശൈഖന്മാരുടെ പേരുണ്ടാവും, പക്ഷേ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവില്ല. 72-ാം അധ്യായം 18-ാമത്തെ വചന തൊട്ട് 19 കഴിഞ്ഞ് 20 എന്താണ്? 72-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം എന്താണ്? കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ നബിയെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല. ഞാൻ അവനിൽ ആ ദുആഇന്റെ കാര്യത്തിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് ഞാൻ പറയില്ല, ഉഹ്ദീങ്ങളെ കാക്കണേ എന്ന് ഞാൻ പറയില്ല, ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് ഞാൻ പറയില്ല, നൂഹ് നബിയെ കാക്കണേ എന്ന് ഞാൻ പറയില്ല. ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആ